ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നോക്കുന്നത് MG യൂണിവേഴ്സിറ്റിയിലെ ഫസമായ BA എക്കണോമിക്സിലെ മേജർ വിഷയമായ എസെൻഷ്യൽ ഓഫ് എക്കണോമിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിക്കാണ്ട് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ആണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ മൊഡ്യൂളാണ് എക്കണോമിക്സ് കൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ്. അതിൽ ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എക്കണോമിക്സ്? സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അതായത് വ്യക്തികൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ്, ബിസിനസ് അല്ലെങ്കിൽ ഗവൺമെൻറ് പരിധിയില്ലാത്ത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പരിമിതമായ റിസോഴ്സ് അനുവദിക്കുന്നതിനെക്കുറിച്ച് എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ മൈക്രോ എക്കണോമിക്സ്. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് എന്താണെന്ന്, അതായത് വിതരണത്തിലും ഡിമാൻഡിലും വില നിർണ്ണയത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇൻഡിവിജ്വൽ, ഉപഭോക്താക്കൾ, സ്ഥാപനങ്ങൾ, മാർക്കറ്റ് എന്നിവയുടെ പെരുമാറ്റം പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ശാഖയാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതൊരു ചെറിയ ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുന്നതിനെയാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മാക്രോ എക്കണോമിക്സ് എന്താ നോക്കാം. അതായത് എക്കണോമിയെ മൊത്തത്തിൽ പഠിക്കുന്നതിനെയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ, പണപ്പെരുപ്പവും തൊഴിലില്ലായ്മ, GDP, ദേശീയ വരുമാനം തുടങ്ങിയ വലിയ സാമ്പത്തിക ഘടകങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സമ്പത്ത് വ്യവസ്ഥയെ മൊത്തത്തിൽ പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ശാഖയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുന്നതിനെയാണ്. പക്ഷെ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു എക്കണോമിയെ ഫുള്ളും പഠിക്കുന്നതിനെയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനി മെയിൻ എക്കണോമിക് ഏജൻസി ഏതൊക്കെയാണ് നോക്കാം. അപ്പോൾ 5 എക്കണോമിക് ഏജൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തെ കൺസ്യൂമർ, പ്രൊഡ്യൂസർ, പിന്നെ മൂന്നാമത് ഗവൺമെൻറ്, നാലാമത്തെ ഫിനാൻഷ്യൽ സിസ്റ്റം, അഞ്ചാമത്തെ എക്സ്റ്റേണൽ സെക്ടർ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ്? അതായത് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം എന്താണ് നോക്കാം. അതിൻ്റെ ആൻസർ, അപ്പോൾ റിസോഴ്സ് എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നുവെന്ന് മനസ്സിലാക്കുന്നതിനും നയപരമായ തീരുമാനങ്ങൾ അറിയിക്കുന്നതിനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ദുർലഭമായ റിസോഴ്സ് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിനും സാമ്പത്തിക ശാസ്ത്രം സഹായിക്കുന്നു. അതാണ് എക്കണോമിക്സ് മെയിനായിട്ടും ചെയ്യുന്നത്, അപ്പോൾ പ്രധാനം ചെയ്യുന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആദ്യ തത്വം എന്താണ്? അതായത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് എന്താണെന്ന്. അതായത് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആദ്യ തത്വം ആളുകൾ ട്രേഡ് ഓഫുകൾ അഭിമുഖീകരിക്കുന്നു എന്നതാണ്. അതായത് പരിമിതമായ റിസോഴ്സ് കാരണം എല്ലാ തീരുമാനങ്ങളിലും വലതുകൾ തമ്മിലുള്ള ഒരു വ്യാപാരം ഉൾപ്പെടുന്നു. അതായത് എല്ലാം നമുക്ക് കിട്ടണമെന്നില്ല, അപ്പോൾ അതിന് ബേസ് ചെയ്തുകൊണ്ടില്ലതാണ് ഫസ്റ്റത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നാണയപ്പെരുപ്പവും തൊഴിലില്ലായ്മയും തമ്മിലുള്ള വ്യാപാരം എന്താണ്? അപ്പോൾ അതിൻ്റെ ഉത്തരമാണ്, വ്യാപാരം എന്നത് പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും തമ്മിലുള്ള വിപരീത ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് പണപ്പെരുപ്പം കൂടുകയാണെങ്കിൽ തൊഴിലില്ലായ്മ കുറയും, ഇനി പണപ്പെരുപ്പം കുറയുകയാണെങ്കിൽ തൊഴിലില്ലായ്മ കൂടും. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പലപ്പോഴും ഫിലിക്സ് കർവ് ചിത്രീകരിക്കുന്നു ഉയർന്ന പണപ്പെരുപ്പവും സാധാരണയായി കുറഞ്ഞ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സമ്പത്ത് വ്യവസ്ഥയിൽ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പങ്ക് എന്താണ്? ഉത്തരം, സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാനും പണപ്പെരുപ്പം നിയന്ത്രിക്കാനും തൊഴിലില്ലായ്മ കുറയ്ക്കാനും പൊതു സാധനങ്ങൾ നൽകാനും റിസോഴ്സ് തുല്യമായ വിതരണം ഉറപ്പാക്കാനും നയങ്ങൾ രൂപീകരിച്ച് സർക്കാർ സമ്പത്ത് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നു. ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ സയൻറ്റിഫിക് മെത്തേഡ് ഇൻ എക്കണോമിക്സ്? അതായത് സാമ്പത്തിക ശാസ്ത്രത്തിലെ ശാസ്ത്രീയപരമായ രീതി എന്താണ് എന്നതാണ്. അതായത് സാമ്പത്തിക പ്രതിഭാസങ്ങളെ വിശദീകരിക്കുന്നതിന് ഒബ്സർവേഷൻ, പിന്നെ അതേപോലെ വിശകലന, കളക്ഷൻ ഡാറ്റ, പിന്നെ സിദ്ധാന്തങ്ങൾ പരീക്ഷിക്കുക എന്നിവയാണ് സാമ്പത്തിക ശാസ്ത്രത്തിലെ ശാസ്ത്രീയ രീതി എന്ന് പറയുന്നത്. ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്താണ് പോസിറ്റീവ് ഇക്കണോമിക്സ്? പോസിറ്റീവ് ഇക്കണോമിക്സ് സാമ്പത്തിക പ്രശ്നങ്ങളുടെ വസ്തുനിഷ്ഠമായ വിശകലനം കൈകാര്യം ചെയ്യുന്നു. അതായത് നമ്മുടെ വേൾഡ് എങ്ങനെ ഉണ്ടാവണം എന്ന് നമ്മുടെ പ്രഡിക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. ഇതിനെയാണ് പോസിറ്റീവ് ഇക്കണോമിക്സ്. നോർമേറ്റീവ് ഇക്കണോമിക്സ് എന്താണ്? എങ്ങനെ ആയിരുന്നു എന്നതിനെയാണ് നമ്മൾ നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞത് കേട്ടോ.
ഇനി നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂള് മാർക്കറ്റ് മെക്കാനിസം അപ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് നോക്കാം. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കോമ്പറ്റേറ്റീവ് ആൻഡ് നോൺ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇനി നോക്കുന്നത്. അപ്പോൾ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ മാർക്കറ്റിൽ ധാരാളം വാങ്ങുന്നവരും അതേപോലെ വിൽക്കുന്നവരും ഉണ്ടാവും. ഒരു പങ്കാളി പോലെ വിലയെ സ്വാധീനിക്കുന്നില്ല. കാരണം അത് ആവശ്യക്കാരാണ്. കാരണം അത് എന്തായാലും അത്യാവശ്യത്തിന് മേടിക്കുന്ന സാധനങ്ങൾ ആയതുകൊണ്ട് അത് വാങ്ങാനും വിൽക്കാനും ആൾക്കാരുണ്ടാവും. പക്ഷെ മറിച്ച് നോൺ കോമ്പറ്റേറ്റീവ്, കാരണം അതൊരു മത്സരമാണ് കോമ്പറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ. പക്ഷെ നോൺ കോമ്പറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ കുത്തകകൾ അല്ലെങ്കിൽ ഒളിഗോപോളികൾ പോലെയുള്ള മത്സരേന്ദ്ര വിപണികളിൽ വിലയെ സ്വാധീനിക്കാൻ കഴിയുന്ന കുറച്ച് വിൽപ്പനക്കാരാണ് ആധിപത്യം പുലർത്തുന്നത്. അതായത് കുറച്ച് മാത്രം ഉണ്ടാവും, വില നോക്കിക്കാണ്ടായിരിക്കും ആൾക്കാർ ആ സാധനം വാങ്ങുക. അതാണ് നോൺ കോമ്പറ്റേറ്റീവ് ആൻഡ് കോമ്പറ്റേറ്റീവ് തമ്മിൽ രണ്ട് മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞത്. ഇനി ഇൻഡിവിജ്വൽ ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ് എന്താ നോക്കാം. ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ വ്യക്തിഗത ഡിമാൻഡ് എന്നത് ഒരു ഉപഭോക്താവ് വ്യത്യസ്ത വിലകളിൽ വാങ്ങാൻ തയ്യാറായുള്ള ഒരു സാധനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ അളവിനെ സൂചിപ്പിക്കുന്നു. പക്ഷെ വിപണിയിലെ എല്ലാ ഉപഭോക്താക്കളും വിവിധ വിലകളിൽ ആവശ്യപ്പെടുന്ന മൊത്തം അളവാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്താണ് ഡിമാൻഡ് കർവ് എന്താണ്. അതായത് ഒരു സാധനത്തിന്റെ വിലയും ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്ന അളവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ പ്രാതിനിധ്യമാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായി താഴേക്ക് ചെരിഞ്ഞു കിടക്കുന്നു. ഇത് വില കുറയുന്നതിനനുസരിച്ച് ഡിമാൻഡ് വർദ്ധിക്കുകയാണ് ചെയ്യുക. അതിന്റെ ഓപ്പോസിറ്റും ആവാനും ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് സപ്ലൈ കർവ് നോക്കാം. അപ്പോൾ സപ്ലൈ കർവ് എന്നാൽ ഒരു സാധനത്തിന്റെ വിലയും നിർമ്മാതാക്കൾ പ്രൊഡ്യൂസ് അപ്പോൾ വിതരണം ചെയ്യുന്ന അളവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നു. അപ്പോൾ സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ അത് മുകളിലേക്ക് ചെരിഞ്ഞു കിടക്കുന്ന ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വില ഉയരുമ്പോൾ നിർമ്മാതാക്കൾ കൂടുതൽ വിതരണം അപ്പോൾ ചെയ്യാൻ തയ്യാറാണ് എന്നതാണ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് സപ്ലൈ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. അപ്പോൾ ഉൽപാദന ചെലവ്, പിന്നെ സാങ്കേതിക മുന്നേറ്റങ്ങൾ, അനുബന്ധ സാധനങ്ങളുടെ വില, സർക്കാർ നിയന്ത്രണങ്ങൾ, ഭാവിയിലെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്നീ ഘടകങ്ങൾ ഉൾപ്പെടുന്നു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് പ്രൈസ് എലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ് ഡിഫൈൻ ചെയ്യാൻ. അതായത് ഒരു പ്രൊഡക്റ്റ് അപ്പോൾ ആ ഒരു വിലയിൽ ചേഞ്ച് വരാണ്. അപ്പോൾ കൂടുകയോ കുറയുകയോ ഒക്കെ ആവാം. ആ ടൈമിൽ അതിന് ഡിമാൻഡ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നതിനെയാണ് പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പം ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റിലെ പ്രൈസ് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത് സപ്ലൈയും ഡിമാൻഡും ചേർന്നാണ്. അപ്പോൾ ഈ രണ്ടും ഈക്വലായി വരുന്നതിനെയാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് കേട്ടോ. ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ എഫിഷ്യൻസി ഓഫ് മാർക്കറ്റ് ആൻഡ് റൂൾ ഓഫ് ഗവൺമെൻറ്റിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിക്കാണ്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കൺസ്യൂമർ സർപ്ലസ് എന്താണെന്ന്. അപ്പം അതായത് ഒരു ഉപഭോക്തൃ മിച്ചം എന്നാണ് അതിനെ മലയാളത്തിൽ പറയുക. അപ്പോൾ നമ്മളൊരു സാധനം കൊടുക്കാൻ തയ്യാറാവുന്ന വില, എന്നാൽ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ആ ഒരു സാധനത്തിൻ്റെ ആക്ച്വൽ വില യഥാർത്ഥ വില അപ്പോൾ ഡിഫറൻ്റ് ആവും. അപ്പോൾ കൊടുക്കാൻ വിചാരിക്കുന്നതിനേക്കാൾ കുറവാവും. അതുകൊണ്ട് കൊടുക്കാൻ വിചാരിച്ച വിലയും ആക്ച്വൽ വിലയും തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്രൊഡ്യൂസർ സർപ്ലസ് എന്താ നോക്കാം. അപ്പോൾ നിർമ്മാതാക്കളിൽ പ്രൊഡ്യൂസർ ഒരു സാധനം വിൽക്കാൻ തയ്യാറുള്ള വിലയും അവർക്ക് യഥാർത്ഥത്തിൽ ആക്ച്വൽ ലഭിക്കുന്ന വിലയും തമ്മിൽ മാർക്കറ്റിൽ വിൽക്കുന്നതിലൂടെ അപ്പം പ്രൊഡ്യൂസറിന് ലഭിക്കുന്ന ആ ഒരു നേട്ടത്തെയാണ് ഇവിടെ അപ്പോൾ പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ സർപ്ലസ് എന്താ നോക്കാം. അപ്പം എന്താണ് മൊത്തം മിച്ചം അല്ലെങ്കിൽ ടോട്ടൽ സർപ്ലസ് എന്നാൽ അപ്പോൾ ഉപഭോക്തൃ മിച്ചത്തിൻ്റെയും അതായത് കൺസ്യൂമർ അപ്പോൾ സർപ്ലസിൻ്റെയും അതേപോലെ പ്രൊഡ്യൂസർ സർപ്ലസിൻ്റെയും ആകെ തുകയാണ്. രണ്ടും കൂടി ചേരുന്നതിനെയാണ് ഇവിടെ എന്താണ് ടോട്ടൽ അപ്പോൾ സർപ്ലസ് എന്ന് പറയുന്നത്. ഒരു ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ഉൽപ്പാദനത്തിൽ നിന്നും ഉപഭോഗത്തിൽ നിന്നും സമൂഹത്തിൽ ഉണ്ടാകുന്ന അപ്പോൾ മൊത്തത്തിലുള്ള ആ ഒരു നേട്ടത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനാണ് ടോട്ടൽ സർപ്ലസ് എന്ന് പറയുന്നത്.
അപ്പോൾ വാട്ട് ഈസ് ദ മാർക്കറ്റ് എഫിഷ്യൻസി? എന്താണ് മാർക്കറ്റ് എഫിഷ്യൻസി എന്ന്? അതായത് ഒരു റിസോഴ്സിൻ്റെ വിഹിതം അപ്പോൾ ടോട്ടൽ സർപ്ലസിൻ്റെ വർദ്ധിപ്പിക്കുമ്പോൾ വിപണി കാര്യക്ഷമത സംഭവിക്കുന്നു, എഫിഷ്യൻസി ഉണ്ടാകുന്നു. അപ്പോൾ നമ്മളതിലേക്ക് കൂടുതൽ എഫിഷ്യൻസി ആയിക്കാണ്ട് ചെയ്യുന്നു എന്നതാണ്. അതായത് ഇപ്പം മാർജിനും ബെനഫിറ്റും അതായത് മാർജിനും കോസ്റ്റും തുല്യമായ ഗുഡ്സ് ആൻഡ് സർവീസ് മാർക്കറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് അപ്പോൾ ചെയ്യുന്നത്. ഇനി എന്താണ് വാട്ട് ഈസ് ദ മാർക്കറ്റ് ഫെയിലിയർ എന്താ നോക്കാം. അതായത് ഒരു സ്വതന്ത്ര കമ്പോളത്തിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ വിഹിതം കാര്യക്ഷമമല്ലാതെ പോകുമ്പോഴാണ്, അതായത് പലപ്പോഴും ബാഹ്യ ഘടകങ്ങൾ, അതായത് നമ്മളുടെ ഇപ്പോൾ നമ്മുടെ ഷോപ്പിലാണ് നമ്മൾ ആകെ മാത്രം വൃത്തിയാക്കുകയല്ല, അതിൻ്റെ പുറം മലിനീകരണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, അവിടെ മാർക്കറ്റ് ഫെയിലിയർ സംഭവിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കുത്തകകൾ അല്ലെങ്കിൽ വിവര സമസ്ഥിതി എന്നിവ കാരണം അപ്പോൾ മാർക്കറ്റ് ഫെയിലിയർ സംഭവിക്കാം. അപ്പോൾ എന്താണ് വില പരിധി അല്ലെങ്കിൽ പ്രൈസ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ വില പരിധി എന്നത് ഒരു ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ഗവൺമെൻറ് ചുമത്തുന്ന പരമാവധി വിലയാണ്. അപ്പോൾ ഉയർന്ന വിലകളിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി സാധാരണയായി മാർക്ക് സന്തുലിതാവസ്ഥയ്ക്ക് താഴെയായി സജ്ജീകരിക്കപ്പെടുന്നു. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പ്രൈസ് ഫ്ലോർ എന്താ നോക്കാം. അതായത് ന്യായമായ വേതനം അല്ലെങ്കിൽ വില ഉറപ്പാക്കുന്നതിനോ വിലകൾ വളരെ കുറയുന്നതിന് തടയുന്നതിനോ വേണ്ടി സാധാരണയായി മാർക്കറ്റ് സന്തുലിതാവസ്ഥ മുകളിൽ സജ്ജീകരിക്കുന്ന ഒരു ഗുഡ്സ് ആൻഡ് സർവീസിന് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇവിടെ പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇക്വിലിബ്രിയം പ്രൈസിൻ്റെ താഴെ വില പരിധി ഏർപ്പെട്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പം അതിൻ്റെ ഉത്തരമാണ് വെൻ എ പ്രൈസ് സെല്ലിംഗ് ഈസ് അപ്പോൾ ഇമ്പോസിബിൾ ബിഹൈൻഡ് ദ ഇക്വിലിബ്രിയം പ്രൈസ് ഇറ്റ് ക്രിയേറ്റ് എ ഷോർട്ട് ഏജ് ആസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് എക്സ്ചേഞ്ച് ദ ക്വാണ്ടിറ്റി സർപ്ലസ് ഇത് ദ ലോ പ്രൈസ്. അതായത് അപ്പം സന്തുലിത വിലയേക്കാൾ താഴെ വില പരിധി ചുമത്തുമ്പോൾ അത് ക്ഷാമം സൃഷ്ടിക്കുകയാണ് ചെയ്യുക. കാരണം നമ്മൾ കുറഞ്ഞ വിലക്കാണ് സാധനം കൊടുക്കുന്നതിന് അതിന് ആവശ്യക്കാരെന്താവും വർദ്ധിക്കുകയാണ് ചെയ്യുക. ഒരുപാട് ആവശ്യക്കാർ അതിനുണ്ടാവും. അപ്പോൾ എന്താവും, സാധനം പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ടാണ് ഒരു ഈക്വൽ ആയിക്കാണ് ഒരു പ്രൈസ് എല്ലാ പ്രൊഡക്റ്റിനും വെക്കുന്നത്. ഇനി എന്താണ് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ മൊഡ്യൂളായ ട്രേഡ് ദ എക്സ്റ്റേണൽ സെക്ടറിൽ എന്തൊക്കെയാണ് അപ്പോൾ പ്രധാന ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ടെർമിനൻസ് ഓഫ് ദ ട്രേഡ്? അതായത് വ്യാപാരത്തിന് നിർണായക ഘടകങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ എന്താണ് വ്യാപാരത്തിന് നിർണായക ഘടകങ്ങൾ എന്ന് പറയുന്നത് റിസോഴ്സ്, എൻഡോമെൻറ്റ്, പിന്നെ ടെക്നോളജിക്കൽ ഡിഫറൻസ്, കൺസ്യൂമർ പ്രിഫറൻസ്, ട്രേഡ് പോളിസീസ് ആൻഡ് ദ റിലേറ്റീവ് പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ബിറ്റ്വീൻ കൺട്രീസ്. അപ്പോൾ ഇതൊക്കെയാണ് വ്യാപാരത്തിന് നിർണായക ഘടകങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വ്യാപാരം ഇല്ലാത്ത ഇക്വിലിബ്രിയം അപ്പം എന്താണ്? ഒരു രാജ്യത്തിലെ ആഭ്യന്തര വിതരണവും ചരക്കുകൾക്കും ഗുഡ്സ് ആൻഡ് സർവീസിനുമുള്ള ഡിമാൻഡും അന്തർദേശീയ മാർക്കറ്റിൽ നിന്നുള്ള സ്വാധീനമില്ലാതെ ആന്തരികമായി നിശ്ചയിച്ച വിലയെ ഇക്വിലിബ്രിയമാകുമ്പോഴാണ് വ്യാപാരമില്ലാത്ത ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ലോകവില എത്രയാണ്? ആഗോള വിതരണവും ഡിമാൻഡും അനുസരിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ചരക്ക് അല്ലെങ്കിൽ സേവന വ്യാപാരം നടത്തുന്ന വിലയാണ് ലോകവില. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താണ് അപ്പോൾ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ താരതമ്യ നേട്ടം എന്ന് പറയുന്നത്? അതായത് താരതമ്യ നേട്ടം എന്നത് മറ്റൊരു രാജ്യത്തേക്കാൾ കുറഞ്ഞ അവസര ചെലവിൽ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു രാജ്യത്തിൻ്റെ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷോർട്ട് ടൈപ്പിൽ അപ്പോൾ പ്രധാനമായിക്കൊണ്ട് വരുന്നത്. പിന്നെ ലാസ്റ്റ് മൊഡ്യൂളിൽ ഞാൻ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്ത ആ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തേക്കണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ആൻസറും നിങ്ങൾ ഫോളോ ചെയ്തോളിട്ടോ.